അറബി സംഘഗാനമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. HS വിഭാഗത്തിൽ അറബി സംഘഗാനം ആണ് മിടുക്കികളായ കുട്ടികൾ. ഏത് സ്കൂളിലാണ് നിങ്ങൾ? ആസിയബായ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ആസിയബായ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വരാൻ കാരണം എന്താ പേര്? അത് ആ സ്കൂളിൻ്റെ ഫൗണ്ടറിൻ്റെ പേര് ആസിയ എന്നാണ്. അപ്പോൾ അതിന് ആസിയ മിസ്സിനെ വെച്ചിട്ട് ആസിയബായ്. ഇത് പഠിപ്പിച്ചതാരാണ് ഇതിൻ്റെ ഈ ഗാനം, ഈ അറബി? ഇത് മിസ്സുമാരെല്ലാവരും കൂടിയാണ്. ഷഹന, ഷാഹിന മിസ്, മെഹറു മിസ്, നിഷ മിസ് എല്ലാവരും കൂടെ അവരാണ് എല്ലാവരും പഠിപ്പിച്ചത് ഇത്തരം ഗാനങ്ങളെല്ലാം. അത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് അല്ല? അപ്പോൾ ഇത് മുമ്പുണ്ടായ ഗാനം തന്നെയായിരുന്നു അതോ? അത് 3 മാസം മുമ്പ് ഇറങ്ങിയ ഏത് വിഷയം ഈ ഗാനം? എന്താ അറബിയാണെങ്കിലും? ഇസ്രായേൽ ആ ഒരു യുദ്ധവും പിന്നെ അതിനൊക്കെ പറ്റിയുള്ള സോങ്ങാണ്. ഗാസ യുദ്ധം യൂട്യൂബിൽ നിന്ന് എടുത്ത് ഞങ്ങൾക്ക് മിസ്സുമാർ ഒരു സോങ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് ഹൈപ്പിച്ച് ലോ പിച്ച് മിസ്സുമാർ തന്നെ പറഞ്ഞുതരും. സംഘഗാനത്തിൽ, അറബി സംഘഗാനത്തിൽ കൈയടിക്കണം നിർബന്ധമുണ്ടോ ശരിക്കും? അങ്ങനെ എന്തെങ്കിലും അവരെന്തെങ്കിലും നോംസിൽ എന്തെങ്കിലും പറയണ്ടോ? ഇപ്പം മ്യൂസിക് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം അറബി ഗാനമായതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ഒരു ലാംഗ്വേജ് ആണല്ലോ അറബി. അപ്പം അതിൽ നമുക്ക് ഈ ബാക്കിയുള്ള സോങ്സ് പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ സോങ്ങിന് ആ ഒരു സ്പെഷ്യൽ ടച്ചും ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു മ്യൂസിക്കാണ് ഓരോ ഈ കൈയോട്ടുമെല്ലാം. അതെല്ലാവരും എടുക്കണം എന്നില്ല, എന്നാൽ അവരത് ചെയ്താൽ ഇച്ചിരി കൂടി ഭംഗിയുണ്ടെന്നല്ലാണ് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടും. മാർക്ക് അത് ഓരോ ജഡ്ജസിനെ വെച്ചിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഓരോ ഗ്രൂപ്പിന് ഇഷ്ടമാണ്. ഇപ്പം ഈ ഓൾമോസ്റ്റ് എല്ലാ ഗ്രൂപ്പും എടുക്കുന്നുണ്ട് ഈ ഓരോ താളം എടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പേരൊന്ന് പറഞ്ഞാൽ? ഹന, സഹറ, അംന, ദുവ, നിഹാല, മെഹ്നൂർ, ഫിസ, ഫർഹീൻ. നിങ്ങൾ എല്ലാം ഒരേ പാറ്റേണാണ് കളറും കൊണ്ട്. ഈ കളറും കൊണ്ടും ഡ്രസ്സും വസ്ത്രമൊക്കെ ഭയങ്കര ഭംഗിയായുണ്ട്. എന്തായാലും വളരെ ഭംഗിയായി തന്നെയാണ് ന്യൂസ് വ്ലോഗിൻ്റെ സ്റ്റുഡിയോയിൽ കുട്ടികളെത്തി അറബി സംഘഗാനം ആലപിച്ചത്. ക്യാമറാമാൻ ഷാജഹാനോടൊപ്പം ഋഷി മല്ലശ്ശേരി, ന്യൂസ് വ്ലോഗ്.